ഇത് അമേസിംഗ് ഗേളിൻ്റെ അവസാന എപ്പിസോഡാണ്. അത് മാത്രമല്ല, നമ്മളെ ചാനലിൽ പുതിയൊരു ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. ഫാൻറ്റസിയും മിസ്റ്ററിയും കോമഡിയും റൊമാൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്കൂൾ ഡ്രാമയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്കി കണ്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾ ഒരിക്കൽ കണ്ടു നോക്കണം, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ താഴെ മേലെ എല്ലാ സ്ഥലത്തും കൊടുത്തിടാം. അപ്പം മറക്കാണ്ട് കാണണേ. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഉറക്കമില്ലാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നമ്മളെ പെണ്ണിനായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് മിങ്ങാണെങ്കിൽ അവളോട് പറയാണ്ടാണല്ലോ എബ്രോഡ് പോയത്, അതുകൊണ്ട് തന്നെ. എന്നിട്ട് അവളാണെങ്കിൽ വിചാരിക്കും മെസ്സേജ് അയക്കാന്ന്. പക്ഷേ അവൾ മെസ്സേജ് അയക്കൂല. എന്തുകൊണ്ട്? അവൾക്ക് ഈഗോ ഉള്ളത് കൊണ്ട് അവൾ അയക്കുന്നുണ്ടാവില്ലേ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ മിങ്ങാണെങ്കിൽ അവനിങ്ങനെ എബ്രോഡാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അത് കാണുമ്പോൾ ഇവക്ക് ദേഷ്യം പിടിക്കും. കാരണം ഇവളോട് ഒന്നും പറയാണ്ടല്ലേ പോയത്. പിന്നെ അവൾക്ക് ദേഷ്യം പിടിക്കുമല്ലോ. അവളാണെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് പുതച്ചു മൂടിയിട്ട് ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും. ഇപ്പൊ അവക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ടാവുക. ടൈം നമ്മളെ മിങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവൻ ഇപ്പം പോയ ഒരു മീറ്റിംഗ് ആണെങ്കിൽ അവരൊരു കോപ്പറേഷൻ ഉണ്ടാവില്ല, അതിങ്ങനെ സക്സസ് ആവുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മൾ യുഎനെ നോക്കുന്നതാണെങ്കിൽ അവനിതാ ഇതുപോലെ കളിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ച ഫസ്റ്റ് അവൻ കൊതുവിനെ കൊല്ലുന്നായിരിക്കും എന്നാണ്. പക്ഷെങ്കിൽ അതായിരിക്കൂല. അവന്റെ കയ്യിലിട്ടുള്ള സാധനമാണെങ്കിൽ, സാധനം എന്നല്ല, ചപ്പലുണ്ടാവില്ലേ, ചപ്പല് നമ്മളിങ്ങനെ ചില സമയം കയ്യിലിട്ടിട്ട് കളിക്കൂലേ, അതുപോലെ കളിച്ചിട്ട് നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇറിറ്റേറ്റിംഗ് ഒന്നും ആയിരിക്കൂലേ. അതാണെങ്കിൽ അവക്ക് വാങ്ങിയ പുതിയ ചെരുപ്പായിരിക്കും. അവക്ക് ഈ ഒരു വീട്ടിലാണെങ്കിൽ പുതിയ ചെരുപ്പില്ലാത്തത് കൊണ്ട് അവൻ വാങ്ങി കൊടുത്തതായിരിക്കും. അത് മാത്രമല്ല, അവനാണെങ്കിൽ അവളെ കൈമിൽ ഇതുപോലെ റൂമിന്റെ കാർഡ് കൊടുത്തിട്ടാണെങ്കിൽ പറയും, ഈ ഒരു റൂം ഇനി മുതൽ നിന്റതും കൂടിയാണ്, ഇനി ഇത് നമ്മുടെ റൂമാണ്, അതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടത്തേക്ക് വരാമെന്ന് പറയും. അതായത് അവർ ചില സമയം അവരെ ഒരു റിലേഷൻഷിപ്പ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പിള്ളേർ രണ്ടാളും യോഗ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ലിന്നാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് യോഗ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവളെ വിചാരം യുഎൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ യുഎനെ നോക്കുന്നതാണെങ്കിൽ അവനാണെങ്കിൽ ലിന്നിനെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, എടാ നീ എന്താ ഇങ്ങനെ യോഗ ചെയ്യാത്തേന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, അത് എൻ്റെ ഫോക്കസ് മൊത്തം നിന്നിലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യോഗ ചെയ്യാത്തേന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, നിന്നോട് ഞാൻ എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു യോഗ പഠിക്കേണ്ടിയിട്ടാണ്. നിനക്കൊരു കാര്യം അറിയാം, എനിക്കാണെങ്കിൽ നമ്മൾ ജനയുടെ അമ്മയില്ലേ, അമ്മേനെ പോലെ തന്നെ ഒരു യോഗ ടീച്ചർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പാഷനും അതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ വർക്കൊന്നും പൈസ കിട്ടും, ഈ ഒരു പാഷനും പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളെ ഭാവിനെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം യു ആണെങ്കിൽ പറയൂ, എനിക്കൊന്നും തോന്നുന്നില്ലേ നിനക്ക് രണ്ടും ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അതേ ടൈം അവളാണെങ്കിൽ അവനെ ചവിട്ടുന്നുണ്ടാവും. ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ ജെന്നാണെങ്കിൽ അവളെ വീട്ടിൽ തകൃതിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതും എങ്ങനെ വീഡിയോ എല്ലാം നോക്കിയിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. എന്തായിരിക്കും ദൈവത്തിനെ അറിയില്ല. അങ്ങനെ കുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവളെ അമ്മേനെ വിളിക്കുന്നതായിരിക്കും. അമ്മയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഓൺലൈനിൽ ഇങ്ങനെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് യോഗ ചെയ്യുന്നത് കൊണ്ട് തന്നെ അമ്മക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫാൻസും ഉണ്ടാവുമായിരിക്കും, ഒരുപാട് സ്റ്റുഡൻസും ഉണ്ടാവുമായിരിക്കും. അമ്മയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു നോക്കുന്ന ടൈം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും, അത് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുന്നല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തത് കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും, ഹാ ഈ ഒരു ഫുഡ് നല്ല രസമുണ്ട്. മിങ്ങാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിന്നെ മീറ്റ് ചെയ്യാൻ വരുന്ന ടൈം ഉറപ്പായിട്ട് നീ അവൻ ഇത് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അതേ ടൈം നമ്മൾ ജെന്നാണെങ്കിൽ പറയും, അവൻ കുറച്ച് ദിവസമല്ലേ ഇവിടുന്ന് പോയിട്ടുള്ളൂ, അതിനെയും കാട്ടി മുന്നേ അമ്മക്ക് അവനെ മിസ് ചെയ്തോ. അമ്മയാണെങ്കിൽ അവനെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്കും അവനെ കൊണ്ടൊന്നും പറയാനില്ല എന്ന് പറയും. പിന്നെ നമ്മളെ മിങ്ങാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ പെണ്ണിനെ വിളിച്ചു പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും, നീ ഇങ്ങനെ പോകുന്നത് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ വരുന്നത് പറയുന്നതെന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, പോകുന്ന ടൈം ഞാൻ കുറച്ചധികം തിരക്കായി പോയത് കൊണ്ടാണ് പറയാണ്ട് നിന്നത്, ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അത് മാത്രമല്ല, നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്നൊന്നും പറയും. നമ്മുടെ ചെക്കനാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ടൈം അവന്റെ ബ്രദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. എൻ്റെ ബ്രദർ ആണെങ്കിൽ പറയും, ഇനി മുതൽ കമ്പനി റെസ്പോൺസിബിലിറ്റി മൊത്തം നിനക്കാണ്, ഇനി എന്ത് കമ്പനിയിൽ വന്നാലും അതിന് ഉത്തരവാദിത്തം നിനക്ക് മാത്രമാണെന്ന് പറയും. അപ്പൊ നമ്മൾ ചെക്കനാണെങ്കിൽ ചോദിക്കും, എന്ത്, അപ്പൊ നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈം ബ്രദർ ആണെങ്കിൽ പറയും, ഏട്ടത്തിയിലെ അവക്കാണെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവളെ കൂടെ നിൽക്കണം. അത് മാത്രമല്ല, നിന്നെ കൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അച്ഛനോടും അമ്മേനോടും നല്ല രീതിയിലെ കാര്യങ്ങൾ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദർ ആണെങ്കിൽ പോകാൻ നോക്കി. അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പോകണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവർക്ക്. അപ്പൊ ബ്രദർ ആണെങ്കിൽ ചോദിക്കും, എന്നാ ഞാൻ ഇങ്ങനെ പോകുന്നതിൽ നിനക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഹേ എനിക്കെന്തിനാ സങ്കടം, നീ പോയിക്കോന്ന് പറയാം. അങ്ങനെ രണ്ടാളും കൂടിയിട്ട്
ഇതുപോലെ വെറുതെ അടി കഴിയുന്നുണ്ട്. നമ്മൾ കാണുന്നത് നമ്മളെ മിങ് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും. അതായത് അവന്റെ കമ്പനി ഇപ്പൊ നല്ല രീതിയിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണെങ്കിൽ നമ്മളെ സെന്നും നമ്മളെ മിങ്ങും നമ്മളെ പിള്ളേർ എല്ലാവരും ഉണ്ടാവുമായിരിക്കും. ജൂലിൻ, യുവ എല്ലാവരും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു കോള് വന്നിട്ട് അവൾ എവിടത്തേക്കോ പോകുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ മിങ് ആണെങ്കിൽ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ടൈം ജൂനോട് ചോദിക്കും, ഇങ്ങനെ നമ്മൾ സെന്നെ എടുത്തു എന്ന് ചോദിക്കും. അതേ ടൈം ജൂ ആണെങ്കിൽ പറയും നമ്മളെ ബോസിലെ അവനാണെങ്കിൽ എന്തോ ഒരു പ്രപ്പോസലിന് നമ്മളെ സെന്നിനെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് നമ്മളെ സെന്നാണെങ്കിൽ നേരെ അവളെ ഓഫീസിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവളെ ഇപ്പോൾ അതായത് പുതിയ പ്രപ്പോസൽ ആണെങ്കിൽ ഇങ്ങനെ എല്ലാവരും മുന്നിലും വിവരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഞാൻ ആ ഒരു മീറ്റിംഗ് ആണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ എല്ലാവരും പോകുന്ന ടൈം ബോസ് ആണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതല്ല, നീ ഇങ്ങനെ തിരക്കിലാണെന്ന് അറിയാം. പക്ഷേങ്കിൽ ഈ ഒരു കമ്പനിയിലത്തെ ആൾക്കാരാണെങ്കിൽ മെറ്റോൺ ഫുഡ് കമ്പനിയായിട്ട് ആരാണ് പ്രപ്പോസൽ വെച്ചത് അവരോട് തന്നെ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഹേ അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെ വർക്കിന്റെ കാര്യങ്ങളല്ലേ, ജൂ അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടത്തേക്ക് ധൈര്യത്തിൽ വരാൻ പറ്റിയെന്ന് പറയൂ. മിങ് ആണെങ്കിൽ മിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ സെൻ ആണെങ്കിൽ സെന്നിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ടൈമായിരിക്കും. നമ്മളെ മിങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക, നീ എന്താ എൻ്റെ അടുത്തൊന്നും പറയാണ്ട് പോയെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ നിന്നെ പോലെയല്ല, ഞാൻ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയെന്ന് പറയും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിന്റെ ഫോണിലത്തെ ചാറ്റ് ഒരുക്കി എടുക്കുമെന്ന് പറയും. അവളാണെങ്കിൽ ആ ഒരു മെസ്സേജ് ചാറ്റ് ഇങ്ങനെ എടുക്കും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഐ ലവ് യു സെന്ന് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ആ ഒരു മെസ്സേജ് കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, എന്ത് അപ്പൊ ഇത്ര കാലം ചാറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് നിന്റെ അടുത്താണോ എന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, അത് ഞാനാണെന്ന് പറയേ. അവക്കാണെങ്കിൽ പിന്നെയും ദേഷ്യം പിടിക്കുമല്ലേ, കാരണം ഈ ഒരു കാര്യം അവനാണെങ്കിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഈ ഒരു കാര്യം നിനക്ക് മുന്നേ അറിയായിരുന്നോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, എനിക്ക് മുന്നേ അറിയായിരുന്നു, പക്ഷെങ്കിൽ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലത്തെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് മനസ്സിലാകൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാണ്ട് നിന്നേന്ന് പറയും. അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണ് കുറച്ച് കൂളാവും. അവനാണെങ്കിൽ പറയും, ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് രണ്ടാൾക്കും ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് പരസ്പരം ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മൊമെന്റെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യേണ്ട മൊമെന്റ് ആണെന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ അവനെ ഇതുപോലെ പിടിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ വേറെ എന്തിനാന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അവളാണെങ്കിൽ പറയും, ഇത്ര കാലം രഹസ്യം സൂക്ഷിച്ചു വെച്ചതൊക്കെ ഓക്കെ, ഇനി മേലാല് രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ തീർന്നു എന്ന് പറയും. രണ്ടാളും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യേ. അതിനുശേഷം അവനാണെങ്കിൽ അവളോട് പറയും, നിനക്കൊരു കാര്യം അറിയാം, നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ലേ, അതിനുശേഷം ഞാൻ എത്രത്തോളം ട്രബിൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ മനസ്സിൽ എപ്പോൾ ഒരു കള്ളത്തിലുള്ളതുപോലെ എനിക്ക് ഫീൽ ആയത്. പക്ഷെങ്കിൽ നിന്നെ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് മാറി. അതുമാത്രമല്ല നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതെന്ന് എനിക്ക് എപ്പോഴും നിന്റെ മുന്നിൽ എന്ന് പറയാ മീൻസ് ഇങ്ങനെ താങ്ക്ഫുൾ ആയിട്ട് നിൽക്കണം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ടാവും. അതെല്ലാം കേൾക്കുന്ന ടൈം അവൾക്ക് ഒരുപാട് ഹാപ്പി ആകും. അവനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, എബ്രോഡിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോയിട്ടില്ലേ, ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ആരടുത്തും പറയാണ്ട് നിന്നത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഇരുന്ന ആ ഒരു ടൈം ഞാൻ ഇങ്ങനെ തിങ്കാക്കി, ഈ ഒരു സ്ഥാനത്ത് നീ ആണെങ്കിൽ നീ എത്ര കോൺഫിഡൻസിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റൂല, അങ്ങനെയൊക്കെ തിങ്കാക്കിയതിനു ശേഷമാണ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ ഒരുപാട് പുകഴ്ത്തുന്നല്ല അവൻ്റെ ഒരു അനുഭവം ഉണ്ടാവില്ലേ അത് പറയുന്നുണ്ടാവും. ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ ബോസിന്റെ അടുത്ത് പോകുന്നുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും, അവളിപ്പോൾ സെക്കൻഡ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഒരു ഫേസ് മാസ്കിന്റെ കോൺട്രാക്ട് ആയിരിക്കും. ആ ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. അവർക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന ടൈം നമ്മുടെ ബോസ് ആണെങ്കിൽ പറയും, ഈ ഒരു കാര്യം എനിക്ക് ആദ്യം അറിയായിരുന്നു, അത് മാത്രമല്ല നിന്നെയും കാട്ടി കൂടുതൽ നിന്നിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ വിളിച്ചത് എന്ന് പറയും. മീൻസ് എല്ലാം കൊണ്ടും നമ്മളെ പെണ്ണും ഇപ്പോൾ ഒരു സക്സസ് ലൈഫ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ലൈഫായിരിക്കും മൂവ് ഓൺ ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. അത് മാത്രമല്ല നമ്മളെ പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ പുതിയ AC വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു ACന്റെ അർത്ഥം തന്നെ എന്നായിരിക്കും ഇവരെ ഒരു കഷ്ടപ്പാടില്ലേ, ആ ഒരു കഷ്ടപ്പാട് മാറിയിട്ട് ഇവരൊരു ലൈഫ് നല്ല രീതിയിലാണ് പോകുന്നതെന്നുള്ളൊരു അടയാളം ഉണ്ടാവില്ലേ, ആ ഒരു അടയാളമായിരിക്കും.
അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു കോൺട്രാക്ട് എടുത്തിട്ട് നമ്മളെ ബോസിന്റെ അടുത്ത് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ബോസ് ആണെങ്കിൽ ചോദിക്കും ഇത് എത്രാമത്തെ കോൺട്രാക്ട് ആണെന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് ഇത് 4ാമത്തെ ആണെന്ന് പറയും. അതായത് നമ്മളെ പെണ്ണിനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കോൺട്രാക്റ്റും ഇങ്ങനെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ബോസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൈമിലേക്ക് ഒരു കാർഡ് കൊടുക്കും. നോക്കുമ്പോൾ എന്നായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ പിന്നെയും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം അവിടത്തേക്ക് നമ്മളെ ജൂവും യിങ്ങും നമ്മളെ ലേലി എല്ലാം വന്നിട്ട് നമ്മളെ പെണ്ണിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ സെൻ ആണെങ്കിൽ പറയും നിങ്ങൾ ആരും പേടിക്കണ്ട, ഇന്നത്തെ ഡിന്നർ എന്റെ വകയാണെന്ന് പറയും. അതും കൂടി കേൾക്കുന്ന ടൈം നമ്മളെ പിള്ളേരെല്ലാരും ഹാപ്പി, നമ്മളെ പെണ്ണും ഹാപ്പി. ലാസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഒഴുക്കിലായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് വെഡിങ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതായിരിക്കും. ചെക്കനാണെങ്കിൽ ഒരു സൈഡിൽ പോകും, നമ്മളെ പെണ്ണാണെങ്കിൽ വേറൊരു സൈഡിൽ പോകും. അങ്ങനെ നമ്മളെ മിങ്ങാണെങ്കിൽ അവൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പുറത്ത് വരുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ കാണിക്കുന്നുണ്ടാവുക. ശരിക്കും എന്താ പറയുക ഒരു മാലാഖിയില്ലേ അതുപോലെ ഉണ്ടാവുമായിരിക്കും. ഭയങ്കര ക്യൂട്ടായിരിക്കും കാണാൻ. മീൻസ് ഒരു വൈറ്റ് ഡ്രസ്സിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ക്യൂട്ടാണോ അല്ലേ എന്ന്. മിങ്ങ് തന്നെ വായി പൊളന്നിട്ടാണ് നോക്കിയത്, ഞാനും ഇതുപോലെ തന്നെ വായി പൊളന്നിട്ടാണ് നോക്കിയത്. അത്രയ്ക്ക് രസമായിരിക്കും കാണാൻ. അങ്ങനെ അവർക്കാണെങ്കിൽ മീൻസ് ആ ഒരു ഷോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങന്മാരാണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവർ രണ്ടാളും ആണെങ്കിൽ അവരിപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നതായിരിക്കും. മീൻസ് നല്ല കോമഡി ഫോട്ടോസൊക്കെ ഉണ്ടാവുമായിരിക്കും. അവർ രണ്ടാളും ഫോട്ടോ നോക്കുന്ന ടൈമായിരിക്കും ഒരു പെണ്ണുങ്ങളാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവുക ഇങ്ങനെ ഗ്രൂംസ്മാനും ബ്രൈഡ്സ് മെയ്ഡ്സും ആണെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ പിള്ളേരാണെങ്കിൽ പറയും ഞാനാണ് ഗ്രൂംസ്മാൻ, അതായത് ബ്രൈഡ്സിന്റെ മെയ്ഡ് ആണെങ്കിൽ നമ്മൾ സെന്നു ആയിരിക്കും. കാരണം ഇവരാണെങ്കിൽ വേറെ ആർക്കോ കല്യാണ ഡ്രസ്സ് എടുക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. അതേ ടൈം ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പറയും സോറി നമുക്കിങ്ങനെ മാറിപ്പോയതാണെന്ന് പറയുന്ന ടൈം മിങ്ങാണെങ്കിൽ പറയും കുഴപ്പമില്ല, ഈ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി വെച്ചാൽ നമ്മൾ രണ്ടും വേഗം തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയും. അപ്പൊ ആരെ കല്യാണം ആയിരിക്കും? ഇതേ ടൈം നമ്മൾ യുഎൻ ലിന്നിനെയും കാണുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ രണ്ടാളും ആണെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അപ്പൊ യു ആണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും സമാധാനത്തിൽ തിന്നാൽ മതി, മിങ്ങും സെന്നും ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂന്ന്. പക്ഷേ നമ്മളെ ലിന്നാണെങ്കിൽ വേഗം തിന്നത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചൂടുള്ള സാധനം വായിൽ വെക്കുന്നുണ്ടാവുമായിരിക്കും. രണ്ടാള് ഫാസ്റ്റിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അവരെ കാണുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പറയും വേഗം പോയിട്ട് മാറ്റിക്കോന്ന് പറയും. അങ്ങനെ ആ ഒരു സീന് കട്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എല്ലാവരും കൂട്ടിയിട്ട് റൂം ആണെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ആരെ കല്യാണമാണെന്ന്. അതേ ടൈം ലിന്നാണെങ്കിൽ മറ്റു നമ്മൾ യുഎൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ എന്തല്ലോ സങ്കടം പറയാനായിരിക്കും വന്നിട്ടുണ്ടാവുക. അതേ ടൈം യു ആണെങ്കിൽ പറയും നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നമ്മളെ മാരേജ് നാളെ അടിപൊളിയായിട്ട് നടക്കും, അതുമാത്രമല്ല നിന്നെ നാളെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിന് ഇങ്ങനെ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവളെ സന്തോഷിപ്പിക്കേണ്ടിട്ട് അവനാണെങ്കിൽ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടീം അവളാണെങ്കിൽ ചോദിക്കും എന്നാൽ ഇതൊരു ഫോട്ടോ മാത്രമല്ലേ എന്ന് പറയും. അതേ ടീം അവനാണെങ്കിൽ ബാക്കിൽ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതാണെങ്കിൽ ഒരു വീടിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും എന്ത് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങിയോ എന്ന് ചോദിക്കും. അതായത് ഇവർ ഇത്രകാലം ജീവിച്ചുകൊണ്ട് നിന്നത് ഒരു ഹോട്ടലിലാണല്ലോ, അപ്പോൾ ഇവരെ കല്യാണം കഴിയുമ്പോൾ ഒരു വീട് വേണമല്ലോ. അപ്പോൾ അവനാണെങ്കിൽ അവൾക്കൊരു അടിപൊളി വീടായിരിക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണ് സൂപ്പർ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് സെന്നും മിങ്ങും ആണെങ്കിൽ കാറിൽ പോകാൻ നോക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ സെന്നിന്റെ കണ്ണിലാണെങ്കിൽ ഒരു റിങ്ങിന്റെ പെട്ടി കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവളെ മനസ്സിലാണെങ്കിൽ നമ്മൾ മിങ് അവളെ ഇപ്പം പ്രപ്പോസ് ചെയ്യുന്നുള്ള ഒരു ഭാവം ഉണ്ടാവില്ല, അങ്ങനത്തെ ഭാവമായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലോ എന്ന് ചോദിക്കും. അപ്പോൾ മിങ്ങാണെങ്കിൽ പറയും അതെന്താ നിനക്ക് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവളാണെങ്കിൽ പറയും എല്ലാ ഈ ഒരു റിങ് എൻ്റെ വലത്തെ കയ്യിലാണോ ഇടത്തെ കയ്യിലാണോ ഞാൻ ഇടണ്ടേന്ന് ചോദിക്കുന്ന ടൈമായിരിക്കും. മിങ്ങാണെങ്കിൽ പറയുന്നുണ്ടാവും ഓ സോറി ഇത് നിനക്കുള്ളതല്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ യു എക്കും നമ്മളെ ലിന്നിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചതായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ പറയാം എന്നാ പിന്നെ കൊണ്ട് കൊടുത്തിട്ട് വാന്ന് പറയൂ. നമ്മളെ പെണ്ണ് പാവം കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ സെന്നും മിങ്ങും ആണെങ്കിൽ ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് യു എൻ്റെ ലിന്നിയും വാതിലുണ്ടാവില്ലേ, ആ ഒരു വാതിലാണെങ്കിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിക്കോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അകത്തുനിന്നാണെങ്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ ആരും തുറക്കുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മൾ യു എ ആണെങ്കിൽ ബാക്കിലോട്ട് വന്നിട്ടാണെങ്കിൽ ചോദിക്കും
എന്നാ പരിപാടി എന്ന് ചോദിക്കേ നമ്മളെ പിള്ളേർ പേടിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കും. അങ്ങനെ അകത്ത് നോക്കുന്ന ടൈം എന്നായിരിക്കും നമ്മളെ ലിന്നാണെങ്കിൽ മാരേജ് ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിൽ പണിയെടുത്തോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ എന്തോ ഒരു വർക്ക് ഉണ്ടാവുമായിരിക്കും, അതിങ്ങനെ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പിള്ളേർ രണ്ടാളും ആണെങ്കിൽ ഇത്രത്തോളം വർക്കിലൂടെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ ലിന്നിനെ നോക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ കല്യാണത്തിന്റെ സമയമാകുക. അങ്ങനെ ഫാദർ ആണെങ്കിൽ അനൗൺസ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ലിന്നിനോടാണെങ്കിൽ അകത്തേക്ക് പോകാൻ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം സെന്നും നമ്മളെ മിങ്ങും ആണെങ്കിൽ പുറത്തായിരിക്കും നിൽക്കേണ്ടി വരുന്നുണ്ടാവുക. അപ്പൊ ലിന്നാണെങ്കിൽ അകത്തേക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും ആ ഒരു ചർച്ചിന്റെ അകത്തേക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ മിങ്ങും സെന്നും ആണെങ്കിൽ ഏതോ ഒരു റൂമിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ സെന്നാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ആ ഒരു റൂമെല്ലാം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടിൽ ഈ ഒരു റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു റൂം വന്ന് അങ്ങനെ ഇങ്ങനെയുള്ള ഉടായ്പ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ സെന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ സെന്നിനെ നോക്കിയിട്ടാണെങ്കിൽ പറയും, നിന്നോട് ഈ ഒരു കാര്യം പറയാൻ ഇത്രക്കാലം വൈകിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ നീ എൻ്റെ ലൈഫിൽ തന്ന ഓരോ പ്രാധാന്യമില്ലേ, അതെനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല. അതുമാത്രമല്ല ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഞാൻ നിനക്ക് തരുന്ന ടൈമിൽ നിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ഇത്രക്കാലം വൈകിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ചോദിക്കും, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ 2 കൈ നീട്ടിയിട്ടാണെങ്കിൽ പറയും ഹാ 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 ആണ് എന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളെ കൈമിൽ ഇതുപോലെ മോതിരിട്ട് കൊടുക്കുക. അവക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇതേ ടൈം അവിടത്തേക്കാണെങ്കിൽ നമ്മളെ ലിന്നും യുയും ബാക്കിയുള്ള പിള്ളേർ എല്ലാവരും വരുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനിതാ ഇതുപോലെ ഉമ്മ കൊടുക്കുന്ന ടൈമും ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഇന്നത്തെ എപ്പിസോഡ് നല്ല ഈ ഒരു ഡ്രാമ മൊത്തമായിട്ട് അവസാനിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പുതിയ ഡ്രാമ കാണാൻ മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.